എപ്പോഴും പറയാറുള്ള ആചാര്യന്മാരൊക്കെ സംഭാഷണത്തിലും പ്രഭാഷണത്തിലും നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ രജോ സത്വ തമോ ഗുണം, 3 ഗുണങ്ങൾ, ത്രിഗുണം, രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം. എനിക്കിതുവരെ സത്യത്തിൽ പല പ്രഭാഷണങ്ങളും അതേപോലെ പല കാര്യങ്ങളും മനസ്സിലായിട്ട് ഇത് വേർതിരിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്താണ് ഈ ത്രിഗുണങ്ങൾ? ഓക്കെ, ഇതൊരു നല്ല ചോദ്യമാണ്. കാരണം എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഈ വേദം പറയുമ്പോൾ ഇത് പറയാതിരിക്കാനും പറ്റില്ല. അപ്പോ തമോ ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും എന്തോ ഒരിക്കലും വേണ്ടാത്ത ഒന്നാണ് എന്നുള്ളൊരു ചിന്തയും ഇതിന്റെ ഇടയ്ക്ക് കയറി കൂടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നു. ഇത് എന്താണെന്ന് വ്യക്തത വരുന്നില്ല, ഒരു അത് മനസ്സിലായിട്ടില്ല ഇതുവരെ. സത്യത്തില് ഒരു മായ രൂപത്തിലാണ് നിൽക്കുന്നത് ഈ ത്രിഗുണങ്ങള്. അതിന്റെ മായ മാറ്റി അങ്ങ് തരണം. മണ്ണ്, ജലം, വായു, അഗ്നി, ആകാശം എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങള്, ആ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ത്രിഗുണം ജനിക്കുന്നത്. അതാണ് ത്രിഗുണം എന്ന് പറയുന്ന അവസ്ഥ. അതായത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ത്രിഗുണം ജനിക്കുന്നത്. അതെ, പഞ്ചഭൂതാത്മകമായി ജനിക്കുന്നതാണ് ത്രിഗുണം.